നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും 2 മക്കൾക്കും ദാരുണാന്ത്യം. ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് 8 വയസ്സ്. ഓർമ്മദിനമായ ചൊവ്വാഴ്ച കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ കേബിൾ ദിനമായി ആചരിച്ചു. അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി ശനിയാഴ്ച കാസർഗോട്ട് നടക്കും. കാസർഗോട്ടുണ്ടായ അപ്രതീക്ഷിത വേനൽ മഴയിൽ ചെളിക്കുഴിയായി ചെർക്കള ടൗൺ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ടൗണിൽ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിൽ. കാസർഗോട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 54 വർഷം തടവ് ശിക്ഷ. ചിറ്റാരിക്കാൽ സ്വദേശി ആൻഡോ ചാക്കോച്ചനെയാണ് കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് പടന്ന തെക്കേക്കാട്ടിൽ CPM വിമത വിഭാഗം കുടുംബത്തിലെ വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. മനോഹരമായ പൂന്തോട്ടം ബാക്കിയാക്കി കാസർഗോഡ് വിദ്യാനഗറിലുള്ള KSEB 110 kV സബ്സ്റ്റേഷനിൽ നിന്നും ഐത്തപ്പ പടിയിറങ്ങി. സ്വന്തം ചിലവിലാണ് ഐത്തപ്പ പൂന്തോട്ടമൊരുക്കിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മക്കൾക്കും ദാരുണാന്ത്യം. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും 2 മക്കളും മരിച്ചു. കാറിലുണ്ടായിരുന്ന തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി 54-കാരനായ ശിവകുമാർ, മക്കളായ 23-കാരൻ ശരത്, 15-കാരനായ സൗരവ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മംഗളൂരു ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിൽ കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പൊസോട്ടെത്തിയപ്പോൾ എതിർവശത്തു നിന്നുള്ള വാഹനങ്ങൾ വരേണ്ടുന്ന റോഡിലേക്ക് ആംബുലൻസ് കയറിയതാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അമിത വേഗതയിലായിരുന്ന ആംബുലൻസ് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വൺവേയിൽ അപ്രതീക്ഷിതമായി അതിവേഗതയിൽ ആംബുലൻസ് എത്തിയപ്പോൾ കാർ ഒന്ന് വെട്ടിക്കുവാൻ പോലും സമയം ലഭിച്ചില്ല. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത്. തുടർന്ന് ഫയർഫോഴ്സ് കൂടി എത്തിയതോടെ കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ആദ്യം ശിവകുമാറിനെയാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചു. മക്കളായ ശരത്, സൗരവ് എന്നിവരെ കാറിൽ നിന്നും പുറത്തേക്കെടുക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. മൃതദേഹങ്ങൾ മംഗൽപാടി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം ചട്ടഞ്ചാലിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചട്ടഞ്ചാൽ സ്വദേശി ഉഷയെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസിൽ. ഉഷയുടെ ഭർത്താവ് ശിവദാസ്, സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ്, ഡ്രൈവർ എന്നിവരാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ആംബുലൻസും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും സ്കിന്നേഴ്സ് കാസർഗോഡ് പ്രസിഡന്റും KCN ചെയർമാനുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് 8 വയസ്സ്. ഓർമ്മദിനമായ ചൊവ്വാഴ്ച കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ കേബിൾ ദിനമായി ആചരിച്ചു. അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. കേരളത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. കാസർഗോഡിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് മെയ് 7-ന് 8 വർഷം തികയുന്നു. കേബിൾ TV സാങ്കേതിക മാറ്റത്തിനോടൊപ്പം കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് NH അൻവർ.
കേബിൾ TV വ്യവസായത്തെ ഉന്നതിയിലെത്തിക്കുന്നതിൽ അഹോരാത്രം ഓടി നടന്ന NH അൻവർ കുത്തകകളുടെയും വൈദ്യുതി വകുപ്പിന്റെയും ഭീഷണികൾക്കിടയിൽ പതറിപ്പോയ കേബിൾ വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നതിൽ മുന്നിൽ നിന്ന് പടനയിച്ച പോരാളി കൂടിയായിരുന്നു. വെല്ലുവിളികൾ ഓരോന്നായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പത്തി വിടർത്തിയപ്പോഴും കേബിൾ ഓപ്പറേറ്റർമാർക്ക് കൂട്ടായ്മയുടെ പുതിയ പാഠം പകർന്നു നൽകുകയും അതിന് ഊർജ്ജം നൽകുകയും ചെയ്തത് നാസർ ഹസൻ അൻവറിന്റെ അർപ്പണബോധവും അചഞ്ചലമായ മനസ്സുമായിരുന്നു. കേരള വിഷനും KCN ചാനലും CCNുമെല്ലാം വൻ വിജയമായതിന് പിന്നിൽ നാസർ ഹസൻ അൻവറിന്റെ ദീർഘദൃഷ്ടിയും ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനവുമായിരുന്നു. പുതിയ പദ്ധതികളും ആശയങ്ങളുമെല്ലാം ഓരോന്നായി വിജയം കണ്ടപ്പോൾ അതുവഴി നൂറുകണക്കിന് ചെറുപ്പക്കാർക്കാണ് തൊഴിൽ ലഭിച്ചത്. കാസർഗോഡിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് സ്കിന്നേഴ്സ് കാസർഗോഡിലൂടെ പുതിയ ദിശാബോധം പകർന്നു നൽകിയ NH അൻവർ സപ്തഭാഷാ സംഗമഭൂമിയിലെ എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും നിറസാന്നിധ്യമായിരുന്നു. NH അൻവറിന്റെ ഓർമ്മ ദിനമായ ചൊവ്വാഴ്ച കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ കേബിൾ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ കേബിൾ TV നെറ്റ്വർക്കുകളിലും കേരള വിഷൻ സ്ഥാപനങ്ങളിലും പതാക ഉയർത്തി. ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ അൻവർ ഓർമ്മയിൽ എന്ന പേരിൽ മീഡിയ സെമിനാറും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും CCNും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ അനുസ്മരണം നടത്തും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണി ജോസഫ്, കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ K വിജയകൃഷ്ണൻ, VV മനോജ് കുമാർ, ഹരീഷ് P നായർ, M ലോഹിതാക്ഷൻ, ശുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, TV മോഹനൻ, വിനോദ് P, അബ്ദുള്ള M, ദിവാകര KK, പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ടുണ്ടായ അപ്രതീക്ഷിത വേനൽ മഴയിൽ ചെളിക്കുഴിയായി ചെർക്കള ടൗൺ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ഇവിടം ചെളിയിലും മാലിന്യങ്ങളാലും നിറഞ്ഞിരിക്കുകയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആരോപണം. ചൊവ്വാഴ്ച രാവിലെ പെയ്ത വേനൽ മഴയിലാണ് ചെർക്കള ടൗണിലും പരിസര പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇവിടെ ചെളിയും മാലിന്യങ്ങളാലും ഒഴുകിപ്പരന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. റോഡിലുൾപ്പെടെ ചെളി നിറഞ്ഞതിനാൽ ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർ നേതൃത്വം നൽകി. അതേസമയം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ ഇവിടെ പ്രക്ഷോഭത്തിലായിരുന്നു. നാട്ടുകാരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അധികൃതർ പണി തുടരുകയായിരുന്നു. പ്രവൃത്തിക്കായി നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ ഇല്ലാതാക്കി. പുതിയത് നിർമ്മിച്ചതുമില്ല. ചെർക്കള ടൗൺ പൂർണ്ണമായും 1.5 മീറ്റർ താഴ്ത്തുക എന്നതായിരുന്നു ഹൈവേ അധികൃതരുടെ ആദ്യ തീരുമാനം. കുഴിച്ചെടുത്ത് ഏതാണ്ട് 100 മീറ്റർ പിന്നീട് മണ്ണിട്ട് നിർത്തി ടാറിട്ട് നന്നാക്കിയിരുന്നു. അതിനിടയിൽ 2 മീറ്റർ വ്യാപ്തിയുള്ള ഓവുചാൽ 1/2 മീറ്റർ മാത്രമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിനെതിരെ നാട്ടുകാർ സൂചനാ സമരം നടത്തിയിരുന്നു. ഒരുപാട് വെള്ളങ്ങൾ ഒലിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. അത് താഴോട്ട് പോകുന്നതിന് വേണ്ടി വലിയൊരു കൾവെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മൂടി. അതുകൂടാതെ തന്നെ ചെർക്കളയിൽ ഒരു 2 മീറ്ററോളം താഴ്ത്തിയിട്ടാണ് ഇവിടെ ഈ റോഡ് കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ നാട്ടുകാരുടെ ജനകീയ സമിതിയുടെ സമരം മൂലം അത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് കുഴിച്ചത് ഒരു 100 മീറ്ററോളം കുഴിച്ചിട്ട് ഉള്ള അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് അവിടെയാണ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത്. തീർച്ചയായും ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടതുണ്ട്. ഇന്ന് കളക്ടറുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നിവിടെ ഒരു അരമണിക്കൂറാണ് മഴ പെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇങ്ങനെയായാൽ ഈ മഴക്കാലത്ത് എന്തായിരിക്കും ഈ ചെർക്കള ടൗണിൻ്റെ അവസ്ഥ എന്നുള്ളത് വളരെയധികം വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വളരെ വെള്ളം കയറി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയുണ്ടായി. മഴവെള്ളക്കെട്ടിനൊപ്പം ചെർക്കള ടൗണിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വരും ദിവസങ്ങളിലും വേനൽ മഴ മുന്നറിയിപ്പുള്ളതിനാൽ ചെർക്കള ടൗണിൽ സ്ഥിതി ഗുരുതരമാകാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് ജില്ലയിൽ വേനൽ മഴ. പുലർച്ചെ പലയിടങ്ങളിലും മഴയോടൊപ്പമുണ്ടായ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കടുത്ത ചൂടിന് ആശ്വാസം പകർന്ന് ജില്ലയിൽ വേനൽ മഴ പെയ്തു. ഏറ്റവും കുറവ് വേനൽ മഴ പെയ്ത കാസർഗോട്ട് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് നല്ല രീതിയിൽ വേനൽ മഴയുണ്ടായത്. പലയിടങ്ങളിലും മഴയോടൊപ്പമുണ്ടായ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ വീണും വീടിന് കേടുപാടുകൾ സംഭവിച്ചുമാണ് നഷ്ടങ്ങളുണ്ടായത്. വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ മരച്ചില്ലകൾ വീണതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടായി. മലയോര മേഖലയിൽ ഉൾപ്പെടെ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് മധൂർ വില്ലേജിലെ മേഘിനടുക്കയിൽ ഗൃഹനാഥന് പരിക്കേറ്റു. 62-കാരനായ നാരായണ നായക്കിനാണ് പരിക്കേറ്റത്. ജനലിനരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇദ്ദേഹം. ഇടിമിന്നൽ ജനലിൽ പതിക്കുകയും പരിക്കേൽക്കുകയുമായിരുന്നു. ജനൽ തകർന്ന നിലയിലാണ്. വീട്ടിലെ വയറിങ്ങും പൂർണ്ണമായും കത്തിനശിച്ചു. ശക്തമായ വേനൽ മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് നീലേശ്വരം കരിന്തളത്ത് പശുക്കുട്ടി ചത്തു. കോയിത്തട്ട വരയിൽ കോളനിയിൽ M. സുരേഷിന്റെ 2 വയസ്സുള്ള പശുക്കുട്ടിയാണ് ഇടിമിന്നലേറ്റ് ചത്തത്. പശുത്തൊഴുത്തിന് അടുത്തുണ്ടായ തെങ്ങും മുരിങ്ങയും ഇടിമിന്നലിൽ ചിതറിത്തെറിക്കുകയും ചെയ്തു. ശക്തമായ വേനൽ മഴയ്ക്കൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നൽ ഏറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ മഴയിൽ മാവുങ്കാൽ പാണത്തൂർ ബസ് സ്റ്റോപ്പിന് മുന്നിൽ വെള്ളം കയറി. ഒരു മഴ പെയ്തതോടെ തന്നെ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയാണ്. കടകളിലേക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ആളുകൾ. ഒരു മഴ പെയ്തതോടുകൂടി തന്നെ മാവുങ്കാൽ പാണത്തൂർ ബസ് സ്റ്റോപ്പിലെ അവസ്ഥ ഇതാണ്. ഇനിയൊരു മഴക്കാലം കാത്തു നിൽപ്പുണ്ട്. എല്ലാ തവണയും വെള്ളം കയറിയാൽ ഇവിടെയുള്ളവർ തന്നെ അതിന് പരിഹാരം കാണുമായിരുന്നു. എന്നാൽ ഹൈവേ പണി ആരംഭിച്ചതോടെ അതിനും കഴിയാതെയായി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി വ്യാപാരികൾ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു. വെള്ളക്കെട്ട് കാരണം പല കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇവിടെ ഓവുചാലില്ല. വെള്ളം ഒഴുകിപ്പോവാൻ യാതൊരു മാർഗവുമില്ല. കടകൾ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നുള്ളതാണ് ഇവിടെയുള്ള കടയുടമകളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. ആ ഒരു മഴയ്ക്ക് ഇവിടെ എല്ലാ കടയിലെയും വെള്ളം കയറേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കലുങ്ക് അടച്ചത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ കടക്കാർക്ക് വളരെ പ്രയാസമുണ്ട്. ഇപ്പോൾ കട അടച്ചിട്ടേ ഉള്ളത്. ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ റോഡിൻ്റെ ആൾക്കാരും പഞ്ചായത്തും പിന്നെ ഇവിടുത്തെ മെമ്പറും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 54 വർഷം തടവ് വിധിച്ച് കോടതി. ചിറ്റാരിക്കാൽ സ്വദേശി ആൻഡോ ചാക്കോച്ചനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കടുമേനി പട്ടേങ്ങാനത്തെ ആൻഡോ ചാക്കോച്ചൻ എന്ന ആൻഡപ്പനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് C. സുരേഷ് കുമാർ ശിക്ഷിച്ചത്. പ്രതിക്ക് 54 വർഷം തടവും 1,40,000 രൂപ പിഴയടക്കാനും വിധിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷവും 4 മാസവും അധിക തടവും അനുഭവിക്കണം. 28-കാരനായ പ്രതി 2019 ജൂലൈ മാസത്തിലും സെപ്റ്റംബറിലും പലപ്പോഴായി പ്രതിയുടെ കാറിലും പെൺകുട്ടിയുടെ വീട്ടിലും വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ചിറ്റാരിക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ജാമ്യത്തിലിറങ്ങിയ പ്രതി നാടുവിടുകയായിരുന്നു. പോലീസ് പിടിക്കാതിരിക്കാനായി ഇന്ത്യ വിട്ട ആൻഡോ നേപ്പാളിൽ അനൂപ് മേനോൻ എന്ന പേരിൽ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. പുതിയ പേരിൽ പാസ്പോർട്ട് എടുക്കാനായി മുംബൈയിലെത്തിയപ്പോൾ പോലീസ് പിടികൂടുകയും ചെയ്തു. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം നടത്തിയത് അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന KP വിനോദ് കുമാറും കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ P. രാജേഷുമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്ന തെക്കേക്കാട്ടിൽ CPM വിമത വിഭാഗം കുടുംബത്തിലെ വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 2:15 സംഭവം. കാട്ടിപ്പൊയിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റ് തെക്കേക്കാട്ടിലെ PP രവിയുടെ ഭാര്യ K. പ്രീജയുടെ സ്കൂട്ടറാണ് വീട്ടുമുറ്റത്ത് തീയിട്ട് നശിപ്പിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:15 സംഭവം.
ശബ്ദവും തീയും കണ്ട് ഉറക്കമുണർന്ന വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് ഹോസ് ഉപയോഗിച്ച് വെള്ളമൊഴിച്ച് തീയണക്കുകയായിരുന്നു. അപ്പോഴേക്കും സ്കൂട്ടറിന്റെ സീറ്റും മുൻവശവും കത്തിയമർന്നിരുന്നു. ഗ്യാസ് സിലിണ്ടർ വരാന്തയിലുണ്ടായിരുന്നു. അതിലേക്ക് തീ പടരാതിരുന്നത് കൂടുതൽ അപകടമൊഴിവാക്കി. സംഭവത്തിന് നേതൃത്വം നൽകിയ 3 പേരെ വീട്ടമ്മ കണ്ടതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. ഏതൊരു മനുഷ്യനും ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിൻ്റെ പരമാവധി ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. ഇത് 3ാമത്തെ പ്രാവശ്യം എൻ്റെ വീടിന് നേരെയും എൻ്റെ വണ്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഫസ്റ്റ് ഒക്ടോബറിൽ ഒരു പ്രാവശ്യം കരിയോലൊഴിച്ച് വണ്ടി കുത്തിക്കയറി. ഞാൻ നന്നാക്കി കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ വണ്ടി കുത്തിക്കയറി. ഇതിപ്പോൾ വീണ്ടും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണ്. എന്തിനു മാത്രം എന്ത് പ്രശ്നമൊന്നും എന്തെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര മാനസികമായിട്ട് ഞാനും എൻ്റെ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഞാൻ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആളെ കണ്ടതാണ്. ഇതിന് നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ്, SI M ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പടന്ന തെക്കേക്കാട്ടിൽ മുത്തപ്പൻ മടപ്പുര നിർമ്മാണത്തിന് ശേഷം കഴിഞ്ഞ 4 വർഷത്തോളമായി CPMലെ ഇരു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് നിരവധി തവണ ഏറ്റുമുട്ടലും സംഘർഷവും നടന്നിരുന്നു. മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് 1 വർഷത്തിലധികമായി പോലീസ് കാവലുമുണ്ടായിരുന്നു. CPM വിമത വിഭാഗത്തിലെ കുടുംബത്തിന്റെ വീട്ടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറാണ് കത്തി നശിച്ചത്. ഇവരുടെ സ്കൂട്ടറിന് നേരെ 3ാം തവണയാണ് അക്രമം നടക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യം സ്കൂട്ടറിന്റെ സീറ്റും മറ്റും കുത്തിക്കീറി നശിപ്പിക്കുകയും 2 ആഴ്ച കഴിഞ്ഞ് സ്കൂട്ടറിനും വീടിനും നേരെ ബലൂണുകളിൽ കരിയോയിൽ നിറച്ച് എറിഞ്ഞ് വികൃതമാക്കുകയും ചെയ്തിരുന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ CPMന്റെ മുൻ അംഗം കൂടിയായ PP രവിയെ അനുകൂലിക്കുന്നവരുടെ നേതൃത്വത്തിലാണ് തെക്കേക്കാട്ടിൽ മുത്തപ്പൻ മടപ്പുര നിർമ്മാണം നടന്നത്. അതിനുശേഷമാണ് CPM ഔദ്യോഗിക നേതൃത്വത്തിലുള്ളവരും വിമത വിഭാഗത്തിലുള്ളവരും തമ്മിൽ നിരന്തരം സംഘർഷങ്ങളും ഏറ്റുമുട്ടലും പോലീസ് ലാത്തിച്ചാർജ് നടന്നത്. പ്രദേശത്ത് സംഘർഷം ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും മുത്തപ്പൻ ക്ഷേത്ര കമ്മിറ്റിയിൽ CPM ഔദ്യോഗിക വിഭാഗത്തിലുള്ളവരെ ഉൾപ്പെടുത്തുന്നതിനുള്ള സമ്മർദ്ദത്തിന് മറുവിഭാഗം വഴങ്ങാത്തത് പലതവണ തെക്കേക്കാട്ടിൽ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി പലതവണ പ്രശ്നം ചർച്ച ചെയ്തെങ്കിലും പരിഹാരമുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മനോഹരമായ പൂന്തോട്ടം ബാക്കിയാക്കി കാസർഗോഡ് വിദ്യാനഗറിലുള്ള KSEB 110 kV സബ്സ്റ്റേഷനിൽ നിന്നും ഐത്തപ്പ പടിയിറങ്ങി. ഓവർസിയറായി സേവനമനുഷ്ഠിച്ച ഐത്തപ്പ സ്വന്തം ചിലവിലാണ് മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത്. സബ്സ്റ്റേഷനിൽ എത്തുന്നവരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതാണ് ഈ പൂന്തോട്ടം. വിദ്യാനഗറിലുള്ള KSEB 110 kV സബ്സ്റ്റേഷനിലെത്തിയാൽ മനോഹരമായ പൂന്തോട്ടം കാണാം. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഈ പൂന്തോട്ടം ആരെയും ആകർഷിക്കുന്നതാണ്. സബ്സ്റ്റേഷനിൽ ഓവർസിയറായി സേവനമനുഷ്ഠിച്ച ഐത്തപ്പയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. സ്വന്തം ചിലവിലാണ് ഐത്തപ്പ മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത്. ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന ഇടവേളകളിലാണ് ഐത്തപ്പ പൂന്തോട്ടമൊരുക്കുവാൻ സമയം കണ്ടെത്തിയത്. സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ ഐത്തപ്പയുടെ അധ്വാനത്തിൻ്റെയും കരുതലിൻ്റെയും ബാക്കിപത്രമായി ഈ പൂന്തോട്ടമുണ്ട്. ഓഫീസിലുള്ളവരുടെയെല്ലാം പ്രിയങ്കരനാണ് ഐത്തപ്പ. ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് സഹപ്രവർത്തകർ. വലിയ സബ്സ്റ്റേഷനുകളിലൊന്നാണ് വിദ്യാനഗറിലുള്ള KSEB 110 kV സബ്സ്റ്റേഷൻ. ഒരുപാട് ജോലി തിരക്കുള്ള സ്റ്റേഷനും കൂടിയാണിത്. ഈ തിരക്കുകൾക്കിടയിൽ ജോലി കഴിഞ്ഞുള്ള സമയം കണ്ടെത്തിയാണ് ഐത്തപ്പ പൂന്തോട്ടം ഒരുക്കിയതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും വലിയ ടെൻഷനുകളിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ അതെല്ലാം ആ ടെൻഷനുകളൊക്കെ മാറുന്ന വിധത്തിലൊരു പൂന്തോട്ടം സജ്ജീകരിച്ചത് നമ്മുടെ ഓവർസിയർ ഐത്തപ്പേട്ടനാണ്. ഓവർസിയർ ഐത്തപ്പൻ എന്ന് പറയുന്നത് നമ്മൾ ഐത്തപ്പേട്ടൻ എന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരു പേരാണ്. ഐത്തപ്പേട്ടൻ കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇവിടെ ഈ പൂന്തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്കുകളിലും ഐത്തപ്പേട്ടൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും ഇവിടെ എല്ലാ വർക്കുകളിലും നന്നായി സഹകരിക്കുന്നുണ്ട്. ഐത്തപ്പയുടെ വീട്ടിലും മനോഹരമായ പൂന്തോട്ടമുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഓഫീസ് മുറ്റത്തും പൂന്തോട്ടമൊരുക്കിയതെന്ന് ഐത്തപ്പ പറഞ്ഞു. പൂന്തോട്ടം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ചെയ്തത്. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു. വീട്ടിൽ കൂടി എല്ലാ സാഹചര്യവും നമ്മൾ ലീവിൻ്റെ ദിവസങ്ങളിലെ ഇവിടെ ബാക്കിയുള്ളവർ വെള്ളം അടിക്കുന്നുണ്ട്. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഐത്തപ്പ സബ്സ്റ്റേഷനിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇവിടെ എത്തുന്നവരുടെ കണ്ണും മനസ്സും നിറച്ച് ഈ പൂന്തോട്ടമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കളയിലെ പ്രശസ്തമായ കുഞ്ഞുട്ടിക്ക മൊയ്ച്ച കുടുംബസംഗമം ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. നിരവധി കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. K. മുഹമ്മദ് കനിയടുക്കം ഉദ്ഘാടനം ചെയ്തു.
ചെർക്കളം കുഞ്ഞുട്ടിക്ക മൊയ്ച്ച തറവാട് കുടുംബസംഗമം വിപുലമായ പരിപാടികളോടെ ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ മുഹമ്മദ് കനിയടുക്കം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ മൂസാബി ചെർക്കളം അധ്യക്ഷത വഹിച്ചു. ഖലീൽ ഹുദവി കല്ലായം ഉത്ബോധന പ്രഭാഷണം നടത്തി. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് എത്താതെ നാട്ടിലും അങ്ങാടിയിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള കാരണം? അവർ ഫ്രീ ആണ്, ഒരു പണിയില്ല, ഒരു ലക്ഷ്യമില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഫ്രീ ആകുമ്പോൾ മനുഷ്യൻ അധപതിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ വളരെ വ്യക്തമായിട്ട് ആ വിഷയം പറയുന്നുണ്ട്. ഫഇദാ ഫറഗത ഫൻസബ്. ഒരു കാര്യത്തിൽ നിന്ന് നീ ഒരു കാര്യം അവസാനിച്ചാൽ അടുത്ത കാര്യം നീ സ്റ്റാർട്ട് ചെയ്യണം. സാലിഹ് മാസ്റ്റർ, കെ എം അബ്ദുല്ല, മൊയ്തീൻ കുഞ്ഞാലി, എ അബ്ദുല്ല കുഞ്ഞി, മുഹമ്മദ് സി എ ചേരൂർ, ഹനീഫ എരിയാൽ, മൊയ്തീൻ കുഞ്ഞി, സഹീർ ആസിഫ്, സി കെ ഷാഫി, അബ്ദുല്ല കെ, മുഹമ്മദ് കുഞ്ഞി, അഷ്റഫ്, പുനത്തിൽ അബൂക്ക, ഇർഷാദ് എന്നിവർ സംസാരിച്ചു. അബ്ദുൽ നാസർ നിസാമി കിറാത്തും ഹാരിസ് തായൽ സ്വാഗതവും ഷുഹൈൽ ചെർക്കള നന്ദിയും പറഞ്ഞു. കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ്, കുട്ടികളുടെ കലാപരിപാടികൾ, ഫോട്ടോ സെഷൻ, മുതിർന്നവരുടെ മത്സര പരിപാടികൾ, ഓപ്പൺ ഫോറം തുടങ്ങിയ നിരവധി പരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുട്ടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം ആരംഭിച്ചു. അസൈദ് ഫസൽ കോയമ്മ തങ്ങൾ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കിയ മുട്ടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം ആരംഭിച്ചു. കുറ്റിയടിക്കൽ കർമ്മം അസയ്യദ് ഫസൽ കോയമ്മ തങ്ങൾ നിർവഹിച്ചു. സൈഫുള്ള അൽ ബുഖാരി ഉദ്യാപനം ഖിബില തിരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി. സയ്യദ് യഹിയ അൽഹാദി കുമ്പോൾ ദുആ നേതൃത്വം വഹിച്ചു. പരിപാടിയിൽ സയ്യദ് ബക്കർ തങ്ങൾ മുട്ടം, റഫീഖ് ഫൈസി സ്ഥലം ഖത്തീബ്, ഫക്രുദ്ദീൻ കുനിൽ, പ്രസിഡന്റ് ഹനീഫ് ഹാജി അടുക്ക, സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ എം കെ, ട്രഷറർ അബ്ദുള്ള ഹാജി ബേരിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളുടെയും മണ്ഡലം ഭാരവാഹികളുടെയും സംയുക്ത യോഗം ചേർന്നു. യോഗത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുവാൻ തീരുമാനിച്ചു. മഴക്കെടുതി മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ പീസ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ വളണ്ടിയർ സേവനം നടത്തിയ വളണ്ടിയർ ടീമിനെ യോഗം അഭിനന്ദിച്ചു. UAEയിൽ നടക്കുന്ന ആസ്ഥാന മന്ദിര പ്രചാരണ ക്യാമ്പയിൻ വിജയിപ്പിക്കാനും തീരുമാനിച്ചു. വെസ്റ്റ് വെസ്റ്റേൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ദുബായ് KMCC ഉപാധ്യക്ഷൻ ഹനീഫ് ചെർക്കള ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. ദുബായ് KMCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ, അബ്ദുല്ല ആറങ്ങാടി, അഫ്സൽ മൊട്ടമ്മൽ, റാഫി പള്ളിപ്പുറം, ജില്ലാ ഭാരവാഹികളായ ഹസൈനാർ ബിയന്തെടുക്ക, സുബൈർ അബ്ദുല്ല, ആസിഫ് ഒസങ്കടി, റഫീഖ് ചെറുവത്തൂർ, സുബൈർ കുബനൂർ, റഫീഖ് പടന്ന, മണ്ഡലം ഭാരവാഹികളായ ഇബ്രാഹിം ബേരിക്ക, ഫൈസൽ പട്ടേൽ, റഫീഖ് മാങ്ങാട്, ഖാലിദ് പാലക്കി, AGA റഹ്മാൻ, ഹസ്കർ ചൂരി, സൈഫുദ്ദീൻ മൊഗ്രാൽ, ഉബൈദ് ഉദുമ, ഹാരിസ് വടകരമുക്ക്, റാഷിദ് പടന്ന, തൽഹത്ത് തളങ്കര, യൂസഫ് ഷേണി, മുനീർ പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PP റഫീഖ് പടന്ന ഖിറാഅത്തും ദുബായ് KMCC കാസർഗോഡ് ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിൽ. ഒരു വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് രൂപം നൽകിയതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെട്ടമ്മലിലെ ഏക സർക്കാർ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് മെയ് 11 തുടക്കമാവും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഗുരുവന്ദനം പരിപാടിയിൽ പൂർവാധ്യാപകരായ 70-ൽ പരം അധ്യാപകരെ ശതാബ്ദി കമ്മിറ്റി നേതൃത്വത്തിൽ ആദരിക്കും. റിട്ടയർഡ് DPIC രാഘവൻ ഉദ്ഘാടനം ചെയ്യും. 12-ന് ഞായറാഴ്ച വൈകുന്നേരം 6:30 ശതാബ്ദി ആഘോഷ പരിപാടികൾ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് കുട്ടികളുടെ നൃത്തസന്ധ്യ അരങ്ങേറും. 100-ാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി. 20-ൽ പരം വേറിട്ട പരിപാടികൾ ഇതിനകം സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശതാബ്ദി ആഘോഷം വിളംബരപ്പെടുത്തി വിളംബര ഘോഷയാത്ര നടക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ KP ശ്രീജ, വർക്കിംഗ് ചെയർമാൻ സഫർ മെട്ടമ്മൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K രാജീവ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ VV അബ്ദുൽ സലാം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീ കീത്തോൽ മാടം ഊർപ്പഴശ്ശി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ദിനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ബ്രഹ്മശ്രീ നാരായണ പട്ടേരി അനുഗ്രഹ ഭാഷണം നടത്തി.
ചരിത്രപ്രസിദ്ധമായ വടക്കേ മലബാറിലെ തറവാട് ക്ഷേത്രമായ ശ്രീ കീത്തോൽ മാടം ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനവും കുടുംബസംഗമവും വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണ പട്ടേരി അനുഗ്രഹ ഭാഷണം നടത്തി. ക്ഷേത്രം മേൽശാന്തി ഇടമന ശ്രീധരൻ എമ്പ്രാന്തിരി ചടങ്ങിൽ സംബന്ധിച്ചു. കീത്തോൽ മാടം ക്ഷേത്രം പ്രസിഡന്റ് രാധാകൃഷ്ണൻ കീത്തോൽ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ കീത്തോൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് അനുമോദനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ചടങ്ങിൽ കെ കുഞ്ഞാമൻ നായർ, ദിനേശൻ മനീരി വീട്, പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗോപി, വിജയൻ മേലത്ത്, രാമകൃഷ്ണൻ നായർ പനങ്കാവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തറവാട്ടംഗങ്ങളും ക്ഷേത്ര പരിസര കൂട്ടായ്മയും അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വെളുത്തേടത്ത് നായർ സമാജം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ പ്രശസ്ത കഥകളി ആചാര്യനും സമുദായാംഗവുമായ പത്മശ്രീ സധനം ബാലകൃഷ്ണന് ആദരവും നൽകി. കേരള വെളുത്തേടത്ത് നായർ സമാജം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ പ്രശസ്ത കഥകളി ആചാര്യൻ സമുദായ അംഗവുമായ പത്മശ്രീ സധനം ബാലകൃഷ്ണന് ആദരവും നൽകി. കാഞ്ഞങ്ങാട് സൗത്ത് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം KVNS സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ നായർ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. സംഘടനാ ശക്തിയാർജിക്കുന്നതിലൂടെ മാത്രമേ സാംസ്കാരികമായ മുന്നേറ്റം സാധിക്കുകയുള്ളൂവെന്നും നാടിന്റെ വളർച്ച അടയാളപ്പെടുത്തുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. KVNS ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സമുദായ അംഗവും രാഷ്ട്രപതിയുടെ പത്മശ്രീ അവാർഡ് നേടിയ പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ സധനം ബാലകൃഷ്ണനെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. സമാജത്തിന്റെ പൂർവ്വകാല പ്രവർത്തകരായ PV കുഞ്ഞിരാമൻ മാസ്റ്റർ, കൃഷ്ണൻ മാസ്റ്റർ നീലേശ്വരം, വി ചന്തു വൈദ്യർ പരവനടുക്കം, വി കേളു ചാലിങ്കാൽ, വി രാമൻ മാസ്റ്റർ, വി കുഞ്ഞുണ്ടൻ നീലേശ്വരം എന്നിവരുടെ ഛായാചിത്രങ്ങൾ സംഘടനയുടെ രക്ഷാധികാരി വി നാരായണൻ അനാച്ഛാദനം ചെയ്തു. KVNS കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP രാജേഷ്, പി ചന്തു കിനാവൂർ, രാമകൃഷ്ണൻ നീലേശ്വരം, വി ദാമോദരൻ, സുജാത കൊടവലം, ഗോപി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KB ശ്രീധരൻ സ്വാഗതവും ജില്ലാ ട്രഷറർ രാധാകൃഷ്ണൻ കാനത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം പ്രതിഭാ കോളേജിന്റെ BCom പൂർവ്വ വിദ്യാർത്ഥി സംഗമം അലുമിനി 94 സംഘടിപ്പിച്ചു. പ്രശസ്ത നടിയും കവയത്രിയുമായ CP ശുഭ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഭാ നീലേശ്വരത്തിന്റെ BCom പൂർവ്വ വിദ്യാർത്ഥി സംഗമം അലുമിനി 94 സംഘടിപ്പിച്ചു. അനുമോദനവും ഗുരുവന്ദനവും നടത്തി. പ്രശസ്ത നടിയും കവയത്രിയുമായ CP ശുഭ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് P മുരളീധരൻ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ മാസ്റ്റർ, ജെയിംസ് മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ, മാധവൻ പുറച്ചേരി മാസ്റ്റർ, ബാലകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് അശോകൻ മാസ്റ്റർ, സതീശൻ മാസ്റ്റർ എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടത്തി. ഉണ്ണികൃഷ്ണൻ മടിക്കെ സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും 2 മക്കൾക്കും ദാരുണാന്ത്യം. ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് 8 വയസ്സ്. ഓർമ്മദിനമായ ചൊവ്വാഴ്ച കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ കേബിൾ ദിനമായി ആചരിച്ചു. അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി ശനിയാഴ്ച കാസർഗോഡ് നടക്കും. കാസർഗോട്ടുണ്ടായ അപ്രതീക്ഷിത വേനൽ മഴയിൽ ചെളിക്കുഴിയായി ചെർക്കള ടൗൺ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ടൗണിൽ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിൽ. കാസർഗോട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 54 വർഷം തടവ് ശിക്ഷ. ചിറ്റാരിക്കാൽ സ്വദേശി ആൻഡോ ചാക്കോച്ചനെയാണ് കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് പടന്ന തെക്കേക്കാട്ടിൽ CPM വിമത വിഭാഗം കുടുംബത്തിലെ വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. മനോഹരമായ പൂന്തോട്ടം ബാക്കിയാക്കി കാസർഗോഡ് വിദ്യാനഗറിലുള്ള KSEB 110 kV സബ്സ്റ്റേഷനിൽ നിന്നും ഐത്തപ്പ പടിയിറങ്ങി. സ്വന്തം ചിലവിലാണ് ഐത്തപ്പ പൂന്തോട്ടമൊരുക്കിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.